ഏറെക്കാലം സംഘർഷത്തിന്റെ പുകയിൽ വീർപ്പുമുട്ടിയ നാദാപുരത്തിന്റെ മണ്ണിൽ നിന്നു തന്നെയാണ് ഈ നല്ല വാർത്തയും. മനുഷ്യസ്നേഹത്തിന്റെ തിരിതെളിയിച്ചുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ തിരക്കിലാണ് വാണിമേൽ പഞ്ചായത്തിലെ സന്നദ്ധ പ്രവർത്തകർ. വടകരയിൽ പ്രവർത്തിക്കുന്ന തണൽ ഡയാലിസിസ് സെന്ററിനായി ധനസമാഹരണമാണ് ഇവരുടെ ലക്ഷ്യം. 1/4 കോടി രൂപയാണ് പഞ്ചായത്തിൽ നിന്നും സമാഹരിച്ച് നൽകുന്നത്. ധനസമാഹരണത്തിൽ വ്യത്യസ്തമായ ഒരു പ്രവർത്തനമാണ് വിലങ്ങാട് വടകര റൂട്ടിലോടുന്ന സീഷോർ ബസ് ഉടമയും തൊഴിലാളികളും കാഴ്ചവെച്ചത്. ബസിന്റെ ഒരു ദിവസത്തെ കളക്ഷൻ ഡയാലിസിസ് സെന്ററിനായി മാറ്റിവെച്ചു. ബസ്സിൽ പരമാവധി യാത്രക്കാരെ കയറ്റിയും മറ്റ് സഹായങ്ങളും ചെയ്തുകൊണ്ട് യൂത്ത് ലീഗ് പ്രവർത്തകരും രംഗത്ത് വന്നു. ബസ്സിൽ കയറിയ പല യാത്രക്കാരും ബസിന്റെ ഈ നല്ല പ്രവർത്തനം മനസ്സിലാക്കി 10 രൂപയുടെ ടിക്കറ്റിന് പകരം 100 രൂപ വരെ നൽകിയവരുമുണ്ട്. ഞങ്ങളുടെ നാദാപുരം മേഖല പൊതുവെ ഈ അടുത്തായിട്ട് കുറച്ചു കാലമായിട്ട് വേറെ ഒരു രീതിയിലാണ് പുറം ലോകം മനസ്സിലാക്കുന്നത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ ബസ്സിൽ ഇന്നത്തെ ഈ പരിപാടിയുമായി സഹകരിച്ച് യാത്ര ചെയ്യുന്ന ആളുകൾ അവർ എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയമായ അല്ലെങ്കിൽ വിഭാഗീയമായ ഒരു നിലക്കല്ല ഇതിനെ കാണുന്നത്. നല്ലൊരു പ്രവൃത്തി എന്നുള്ള നിലയ്ക്ക് എല്ലാ ആളുകളും സഹകരിക്കുകയാണ്. പഞ്ചായത്തിൽ നിന്ന് 1/4 കോടി രൂപ സമാഹരിക്കുന്ന ആ ഒരു പ്രവർത്തനത്തിന് വളരെ വ്യത്യസ്തവും ശ്രദ്ധേയവുമായ ഒരു രീതിയാണ് വാണിമേൽ പഞ്ചായത്തിലെ നിരത്തുമിൽ പെടുക ശാഖ യൂത്ത് ലീഗ് കമ്മിറ്റി സ്വീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ഇന്ന് വിലങ്ങാട് വടകര റൂട്ടിലോടുന്ന സീഷോർ എന്ന പേരുള്ള യൂത്ത് ലീഗ് പ്രവർത്തകൻ കൂടിയായിട്ടുള്ള കുറ്റിയിൽ മുഹമ്മദ് അലിയുടെ ബസ് അവരുടെ ഇന്നത്തെ യാത്രയിലൂടെ ലഭ്യമാകുന്ന മുഴുവൻ കളക്ഷനും പ്രസ്തുത ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുകയാണ്. വിലങ്ങാടും വാണിമേലും കല്ലാച്ചിയിലും നാദാപുരത്തും വടകരയിലുമെല്ലാം നല്ല സ്വീകരണമാണ് ബസ്സിന് ലഭിച്ചത്. ആയിരക്കണക്കിന് വൃക്കരോഗികൾക്ക് തണലായി മാറിയ വടകരയിലെ ഡയാലിസിസ് സെന്റർ 3 കോടി രൂപയാണ് ഈ വർഷം ധനസമാഹരണം ലക്ഷ്യമിടുന്നത്. 300 രോഗികൾക്ക് ഒരു വർഷത്തേക്ക് 300 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ 3 കോടി രൂപ ചെലവ് വരുന്നുണ്ട്. 2 വർഷം മുമ്പ് കേരളത്തിലുള്ള ഈ കാരുണ്യ സ്കീമിൽ നിന്ന് ലഭിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് ഇത് ചെയ്തിരുന്നത്. അപ്പോൾ ആ കാരുണ്യ ഫണ്ട് അവസാനിച്ചിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് 300 ലക്ഷം രൂപയും വടകര താലൂക്കിലെ 30ഓളം പഞ്ചായത്തുകളിൽ നിന്ന് സ്വരൂപിക്കുകയാണ്. നന്മയുടെ നല്ല സന്ദേശവുമായി സീഷോർ ബസ് ഓടിയപ്പോൾ ഒരു ദിവസം കൊണ്ട് ലഭിച്ചത് 26,000 രൂപയെന്ന റെക്കോർഡ് കളക്ഷനാണ്. ഈ തുക തണൽ ഭാരവാഹികൾക്ക് കൈമാറി. RK സുഗുണൻ, ന്യൂസ് ബ്യൂറോ, കുറ്റ്യാടി.